ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 5.07 ലക്ഷം കോടി പൊതുകടമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങി നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുകയാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്ന് ധവളപത്രം പറയുന്നുണ്ട്. കിഫ്ബിക്ക് ഏകദേശം 21,670 കോടി രൂപയുടെ വായ്പാ ബാധ്യത ഉണ്ടെന്നും ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ശ്യാമപ്രസാദും ഐസൺ ജോസുമാണ് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം നിയമസഭയിൽ നിന്ന് ചേരുകയാണ്. ശ്യാമപ്രസാദ്, അതായത് ഈ ധവളപത്രത്തിൽ പറയുന്നത് നമ്മുടെ സംസ്ഥാനം അടുത്തെങ്ങും കരകയറാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കടത്തിലാണ് മുങ്ങി നിൽക്കുന്നത് എന്ന കൃത്യമായ വിശദീകരണമാണല്ലോ. നമുക്കറിയാം, കേരളത്തിൽ വലിയ തോതിൽ കടബാധ്യതയുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ ധൂർത്തും കിഫ്ബിയുമൊക്കെ അധിക ബാധ്യതയായി എന്നാണോ ധവളപത്രം പറയുന്നത്? ഗൗതം, തീർച്ചയായും അധിക ബാധ്യത തന്നെയാണ് സംസ്ഥാനത്തിന് മുൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായി ധവളപത്രത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ധവളപത്രത്തിൽ പൊതുകടം 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശമ്പള ഇനത്തിൽ മാത്രം 39,904 കോടി രൂപയാണ് ചിലവ്. എന്നാൽ പെൻഷൻ ഈ ഒരു ഇനത്തിൽ മാത്രമായി 27,885 കോടി രൂപയിലധികം ചെലവിട്ടും എന്നും ധവളപത്രത്തിലുണ്ട്. പ്രധാനമായും കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ച നഷ്ടം, അത് വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതെന്നുമാണ് പ്രധാനമായും ധവളപത്രത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഇക്കാര്യത്തിൽ പറയുമ്പോഴേക്കും KSRTCയും വാട്ടർ അതോറിറ്റിയും അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നഷ്ടം വരുത്തിയവരുടെ ഗണത്തിൽ തന്നെയുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ വരുമ്പോഴേക്കും നിലവിൽ ഇതിന് 2024-25 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം 78,851 കോടി രൂപയിലേക്ക് എത്തി. ഇതിന് ഏറ്റവും കൂടുതൽ ആക്കം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടവരുത്തിയിരിക്കുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് KSRTC ആണ്. ഒപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റിയാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇത് കൂടുതൽ ബാധ്യത സർക്കാരിലേക്ക് വരുത്തി വയ്ക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ കിഫ്ബി, മുൻ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ കിഫ്ബി പദ്ധതിയിലും ഗുരുതരമായ ആശങ്കകളാണ് പ്രധാനമായും ഈ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിഫ്ബിയുടെ നിലവിലെ വായ്പ ബാധ്യത ഏകദേശം തന്നെ 21,000 കോടി രൂപയ്ക്ക് മുകളിലാണെന്ന് തന്നെയാണ് ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇനി ധനസഹായം നൽകേണ്ട പദ്ധതികളുണ്ട്. ഈ ധനസഹായം നൽകേണ്ട പദ്ധതികൾക്ക് പ്രധാനമായും 35,000 കോടിയിലധികം രൂപ കണ്ടെത്തുകയും വേണം. കിഫ്ബിയുടെ കടം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ കടമായി തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കിഫ്ബിയുടെ സംസ്ഥാനത്തിൻ്റെ കടമായി വിലയിരുത്തുമ്പോഴും പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വായ്പയിലടക്കം ഇത് ഗണ്യമായി ബാധിക്കാൻ ഇടയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ധവളപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കിഫ്ബിയുടെ വായ്പാ ചെലവ് സർക്കാരിനേക്കാൾ 1 മുതൽ 1.5% വരെ കൂടുതലാണെന്ന് പറഞ്ഞു ധവളപത്രത്തിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും കുടിശ്ശികളുടെ വലിയ ഭാരം തന്നെയാണ് ഈ ധവളപത്രത്തിൽ ഉണ്ടാകുന്നതും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പേജുകളിൽ K-ഫോണിലെ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും പ്രധാനമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നിലവിൽ മറ്റ് കണ്ടെത്തലുകളെന്ന് പറയുന്നത്, നിലവിൽ സംസ്ഥാന വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നു എന്ന് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് അത് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണെന്നുമാണ് ധവളപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഞാൻ ശ്യാമിലേക്ക് മടങ്ങി വരാം. ഐസൺ ജോസ് കൂടി വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ഐസൺ, അതായത് സംസ്ഥാന വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങി നിർബന്ധിത ചെലവുകൾക്കായി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിന്. അതായത് വികസന പ്രവർത്തനങ്ങൾക്കായി പണം നീക്കിവെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ച സർക്കാരുകൾ എങ്ങോട്ടാണ് ഈ കൊച്ചു കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? മാത്രമല്ല, വലിയ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പല വാഗ്ദാനങ്ങൾ നൽകിയാണല്ലോ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം കടം രൂക്ഷമായൊരു സംസ്ഥാനത്ത് ഇവരെങ്ങനെ ഈ കാര്യങ്ങൾ നടപ്പാക്കും ഐസൺ? ഗൗതം, തീർച്ചയായും ഈ KSRTCയിലെ സൗജന്യം, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ നടപ്പാക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ധനസ്ഥിതി പരിശോധിക്കുന്ന ധവളപത്രത്തിൻ്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ എളുപ്പം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷേ ജൂൺ 15 മുതൽ നടപ്പാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ദിശാബോധമില്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കണക്കുകൾ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5.07 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലയബിലിറ്റിയാണ് സംസ്ഥാനത്തിനുള്ളത്. അതായത് സ്റ്റേറ്റ് GDPയുടെ, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 35.5% ഈ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം റവന്യൂ വരുമാനത്തിൻ്റെ 77%, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റവന്യൂ വരുമാനത്തിൻ്റെ 77.6% ഈ മറ്റ് നിത്യേന ഉണ്ടാകുന്ന ചിലവുകൾക്ക്, അതായത് ശമ്പളം അതുപോലുള്ള മറ്റ് സംവിധാനങ്ങൾക്കായി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അത് ദേശീയ ശരാശരി എന്ന് പറയുന്ന, അതായത് സമാനമായ സംസ്ഥാനങ്ങളുടെ കണക്ക്, വരുമാനത്തിൻ്റെ കണക്ക് എത്രയാണോ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ചെലവ് ഇനത്തിൽ, അതായത് റവന്യൂ ചെലവുകൾ ഇനത്തിൽ വരുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് കണക്കാക്കുന്നതിൻ്റെ ശരാശരി ശതമാനം കണക്കാക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 46.3% രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ചെലവ്. അത് 77.6%. തീർച്ചയായും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുമാനത്തിൻ്റെ കുറവ് തന്നെയാണ്. കൃത്യമായ വരുമാനത്തിൻ്റെ കുറവുണ്ട് എന്നത് കൃത്യമായി കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞ വരുമാനവും കൂടുതൽ ചെലവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ സർക്കാർ നടത്തിപ്പിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളവും പെൻഷനും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെ തന്നെ ചിലവാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ആസ്തി വികസന ഫണ്ടിലേക്കൊക്കെ, ആസ്തി വികസനത്തിലേക്കൊക്കെ നൽകുന്ന ചെലവാണ്. അത് മൊത്തം സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ 1.34% മാത്രമാണ്. അത് ദേശീയ ശരാശരി പരിശോധിക്കുമ്പോൾ 3.2%. അതായത് ദേശീയ ശരാശരിയുടെ പകുതിയേക്കാൾ താഴെയാണ് ആ ഇനത്തിൽ ചെലവഴിക്കാൻ സാധിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 20.9% റവന്യൂ വരുമാനത്തിൻ്റേത് പലിശ ഇനത്തിലാണ് ചിലവാകുന്നത്. ഇത് ദേശീയ ശരാശരിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 12.2%. അത്തരത്തിലൊരു ഗുരുതരമായൊരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയത് 12.36 ആണ്. അതായത് ഈ വരവ് വലിയ രീതിയിൽ കുറയുകയും അല്ലെങ്കിൽ ടാക്സ് കളക്ഷനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമാകാതിരിക്കുകയും വലിയ ചെലവുണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ ശരാശരിയുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് ഈ കണക്കുകളിൽ ഗുരുതരമായ ഈ പ്രശ്നങ്ങളുള്ളതായി കണക്കാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഒരു ചാപ്റ്റർ തന്നെ വിശദമായി ഈ ധവളപത്രത്തിൽ എഴുതിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം. ഈ കിഫ്ബിയുടെ വരുമാനത്തിൻ്റെ പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഐസൺ. അതായത് കിഫ്ബി നമുക്കറിയാം പിണറായി സർക്കാർ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കിഫ്ബിക്ക് ഏകദേശം 21,670 കോടി രൂപയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട് എന്ന് പറയുകയാണ്. തീർച്ചയായും വായ്പാ ബാധ്യത, അതുപോലെ തന്നെ മറ്റു പല ബാധ്യതകൾ. ഈ കിഫ്ബിയുടെ വരുമാനം എന്ന് പറയുന്നത് പെട്രോളിയം സെസ്, അത്തരത്തിലുള്ള പല സെസ്സുകളിൽ നിന്നുമാണ് കിഫ്ബിയുടെ ഒരു വരുമാനം ഉണ്ടാകുന്നത്. ആ വരുമാനം, അതായത് റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി ഉണ്ടാകുന്നത്. ഈ റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി കിഫ്ബിയിൽ കിഫ്ബിയിൽ നിന്നും കിഫ്ബിയുടെ ഒരു ബാധ്യതയായി മാറുന്നത് സ്വാഭാവികമായത് സംസ്ഥാനത്തിൻ്റെ വരവും അത് സംസ്ഥാനത്തിൻ്റെ ചെലവുമായി മാറുകയും, പക്ഷേ സംസ്ഥാനത്തിൻ്റെ ബോറോയിങ്ങിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്നാണ് കൃത്യമായും നേരത്തെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും, അതായത് CNDAG പോലുള്ള സംവിധാനങ്ങളും ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം വളരെ കൃത്യമായി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതും വ്യക്തമാകുന്നുണ്ട്. കിഫ്ബി സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ നമുക്ക് ഇതിൽ 4ാം ചാപ്റ്ററിൽ, അതായത് ഈ ധവളപത്രത്തിൻ്റെ 4ാം അധ്യായത്തിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 4ാം അധ്യായത്തിൽ അതിൻ്റെ പട്ടികകളെല്ലാം തന്നെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കുറേ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് ഏറ്റവും നിർണായകമായൊരു ഘടകം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ റവന്യൂ റെസീറ്റുകളുടെയും അതുപോലെ തന്നെ റവന്യൂ ചെലവുകളുടെയും കണക്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പൊരുത്തക്കേടുകളും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും വരുമാനം സംബന്ധിച്ചിടത്തോളം ഗുരുതരമായൊരു വിഷയമായി വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ധവളപത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മറ്റു പല ടേബിളുകളും അതിൽ ലഭ്യമാകുന്നുണ്ട്. അതിൽ റവന്യൂ ഡെഫിസിറ്റ്, അതായത് റവന്യൂ കമ്മിയും അതുപോലെ തന്നെ ധനക്കമ്മിയും സംബന്ധിച്ച ഒരു താരതമ്യ പഠനം 2016-2017 മുതൽ 2025-26 വരെ നൽകിയിട്ടുണ്ട്. അതിലും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില വ്യതിയാനങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. 2016 ബജറ്റ് എസ്റ്റിമേറ്റ് 1.50 കോടി രൂപയായിരുന്നുവെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അത് 1.90 ലക്ഷം കോടി രൂപയാണ്. അതായത് ദേശീയ ശരാശരിയുമായി ബന്ധപ്പെട്ട് ചില കുറേ കൂടി കൃത്യമായ കണക്കുകൾ അക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ നിരവധിയായ ടേബിളുകൾ ഇതിൽ ലഭ്യമാകുന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ധനക്കമ്മിയുടെ കാര്യത്തിൽ, വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പലതവണ KN ബാലഗോപാൽ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ വലിയ നീക്കിയിരിപ്പുണ്ട് എന്നൊരു അവകാശവാദമുണ്ടായിരുന്നു. ഈ നീക്കിയിരിപ്പുണ്ട് എന്നത് സ്വാഭാവികമായും നീക്കിയിരിപ്പുണ്ട് എന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഷാമിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാം, ഈ ധവളപത്രം പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? കാരണം 10 വർഷക്കാലം സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന സർക്കാർ ഈ സംസ്ഥാനത്തെ വലിയ കടത്തിലേക്ക് തള്ളിവിട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് പിണറായി സർക്കാർ മാത്രമല്ല, അതിന് മുൻപിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരും ഒന്നും ഒട്ടും മോശമല്ല. കാരണം ഈ സർക്കാരുകൾ മാറി മാറി ഭരിച്ചത് കൊണ്ടാണല്ലോ ഈ അവസ്ഥയിലേക്ക് ഈ സ്റ്റേറ്റിനെ എത്തിച്ചത്. പക്ഷേ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? പ്രത്യേകിച്ച് മുൻ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു?
ഗൗതം, തീർച്ചയായും ഇക്കാര്യത്തിൽ വിയോജിപ്പുമായിട്ട് തന്നെയാണ് ധവളപത്രം സഭയിൽ വെച്ച സമയത്ത് തന്നെ വിയോജിപ്പുമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ രംഗത്തെത്തിയത്. മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് ഗവൺമെൻറ് ഡോക്യുമെൻ്റ് നോക്കിയിട്ട് വേണം അത്തരത്തിൽ ധവളപത്രം വയ്ക്കേണ്ടത്, എന്നാൽ ഇതൊരു സ്വകാര്യ ഏജൻസിയിൽ തന്നെയായി ഏൽപ്പിക്കുകയായിരുന്നു. ഇത് ഭരണഘടനാ ലംഘനമാണ്, ഇത് അവകാശ ലംഘനമാണെന്ന് തന്നെയാണ് മുൻ ധനമന്ത്രിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ആർക്കും ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കാമെന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനമായും സ്വകാര്യ ഏജൻസികൾക്ക് ധവളപത്രം ഇറക്കാനുള്ള അവകാശമില്ലെന്ന് കൂടി മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാൽ സഭയിൽ വിശദീകരിക്കുകയുണ്ടായി. AGക്ക് പോലും, അതായത് അക്കൗണ്ട് ജനറലിന് പോലും നിരക്കാത്ത കണക്കാണ് ഈ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും പ്രധാനമായും നിലവിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ കൂടി ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ സഭയിൽ വെച്ചിട്ട് ഡോക്യുമെൻ്റ് കൈമാറുന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് ഇത്ര ധൈര്യം വന്നത്? ഇത്തരത്തിൽ അത് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് തുറന്നു നോക്കാതെ പോലും പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഇത് പറയാൻ സാധിച്ചതെന്നും തീർച്ചയായും ഇത് രണ്ട് കടബാധ്യതകളെയാണ് ഇപ്പോൾ മറികടക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. അതായത് കേരളത്തിൻ്റെ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് 5.07 കോടി രൂപയാണ്. അതുപോലെ സ്വാഭാവികമായും ഈ ബോഡി കോർപ്പറേറ്റായി പ്രവർത്തിക്കുന്ന കിഫ്ബിയുടെ ബാധ്യതയും അതുപോലെ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം. അതിൽ പല ബാധ്യതകളും, അതായത് കിഫ്ബിയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന, അതായത് ഒരു പ്രൊജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്നുമുള്ള റീപേയ്മെൻറ്റിൻ്റെ കപ്പാസിറ്റിയായി അല്ലെങ്കിൽ അത് സാധ്യമാകുന്നത് കിഫ്ബി നിർമ്മാണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കിഫ്ബി നിക്ഷേപങ്ങളിൽ നിന്നും സാധ്യമാകുന്നത് 3699.91 കോടി രൂപ മാത്രമാണ്. അത് സ്വാഭാവികമായും അത് കിഫ്ബിയിലേക്ക് ഉപയോഗിച്ച അല്ലെങ്കിൽ കിഫ്ബിയുടെ ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം ലഭ്യമാകുന്ന പദ്ധതികളിൽ നിക്ഷേപിച്ച പദ്ധതികൾക്ക് മാത്രമായി അതിൽ നിന്ന് മാത്രം വരുന്ന വരുമാനമാണ്. ഈ വരുമാനം ഉപയോഗിച്ച് കിഫ്ബിയുടെ റീപേയ്മെൻറ്റ് എത്ര കണ്ട് പ്രായോഗികമായി നടക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. കാരണം അത് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാധ്യത വലിയ രീതിയിലുള്ളൊരു ബാധ്യതയാണ് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിലും അതുപോലെ തന്നെ CNTGയുടെ കണക്കിലും അത് കൃത്യമായും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായി വരുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മോട്ടോർ വാഹന സെസ്, അതുപോലെ തന്നെ പെട്രോളിയം സെസ്, അത്തരത്തിലുള്ള സെസ്സുകളെല്ലാം തന്നെ ചേർത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് എല്ലാം ചേർത്താണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ ഭാഗമായി ഒരു സംവിധാനമാണ്. നികുതി വരുമാനത്തിന് അഡീഷണലായി ലഭിക്കുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായി മാറുന്നൊരു സാഹചര്യമുള്ളപ്പോഴാണ് പൊതു കടത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന് ലഭ്യമാകുന്ന കടം ലഭ്യമാകുന്ന 3% GDPയുടെ 3% എന്ന് പറയുന്ന കണക്കിൽ നിന്നും അത് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് കൂടി വലിയ രീതിയിലുള്ള ഒരു ആഘാതമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റു പ്രധാന ചെലവുകൾ, അതായത് 77% ചെലവുകൾ ഫിക്സഡ് കോസ്റ്റാണ്. അതായത് ഈ റവന്യൂ ചെലവുകളും അതുപോലെ തന്നെ ഈ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചെലവുകൾ, ശമ്പളം, വാടക, ആയനത്തിലൊക്കെ ഒഴിവാക്കാനാവാത്ത ചെലവുകളുടെ കൂട്ടത്തിലാണ് വരുമാനത്തിൻ്റെ 77% ഉൾപ്പെടുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ആസ്തി വികസനത്തിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള, അതായത് വരുമാനം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള, നമുക്കറിയാവുന്നതാണ് റോഡുകളും അതുപോലുള്ള അനുബന്ധ സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വ്യവസായ രംഗത്തും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ രംഗത്തും ഉണ്ടാകുന്ന വികസനങ്ങൾ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ രണ്ടാം ടെറിട്ടറി സെക്ടറിലും അതുപോലെ തന്നെ മറ്റു സെക്ടറുകളിലുമെല്ലാം തന്നെ അത് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയായി അത് വളരാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ നിക്ഷേപത്തിനുള്ള സാധ്യത കുറയുകയും വികസനത്തിനുള്ള സാധ്യത പിന്നോക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് കൃത്യമായ ഒരു ജനറേഷന് സാധ്യമല്ലാത്തൊരു പശ്ചാത്തലമുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഈ ധവളപത്രത്തിന് പിന്നിലെ കൃത്യമായൊരു രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്, നിലവിലെ ധനസ്ഥിതി വെച്ച് കൃത്യമായൊരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്താൻ സാധിക്കാതെ വരികയും പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ UDF മുന്നോട്ട് വെച്ച ഈ ആശയങ്ങൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രകടന പത്രികയിൽ ആശയങ്ങളൊന്നും തന്നെ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായ. സംസ്ഥാനത്ത് ആകെ കടം 5.07 ലക്ഷം കോടി രൂപയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ കടബാധ്യത 77% തുകയും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് KN ബാലഗോപാൽ എന്താണ് പറഞ്ഞത്, അതിന് മറുപടിയായി മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ദൂർത്ത് പുറം ലോകത്തെ അറിയിച്ച് ധവളപത്രം പുറത്തുവിട്ടതിന് പിന്നാലെ വിരളി പൂണ്ട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഔദ്യോഗിക രേഖകൾ പുറത്തുവിട്ടെന്നാണ് MLAയുടെ ആരോപണം. സ്വകാര്യ ഏജൻസികൾക്ക് ധവളപത്രം ഇറക്കാൻ അവകാശമില്ല, AGക്ക് പോലും നൽകാത്ത കണക്ക് പുറത്ത് കൊടുത്തെന്നും KN ബാലഗോപാൽ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഒരു രേഖയും പുറത്തു പോയിട്ടില്ലെന്നും എല്ലാം പൊതുമധ്യത്തിലുള്ള രേഖകളെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി.